Good afternoon. Good afternoon. Good afternoon, madam. Good afternoon. നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ ചെയ്തോളൂ കേട്ടോ. Ma'am. In the name of God, in the name of God, the beneficent, the merciful. Praise be to God, Lord of the worlds, the beneficent, the merciful. Honor of the day of judgment, we worship, we astray. Guide us the right path, guide us the right path. In the name of God, in the name of God, the beneficent, the merciful. Praise be to God, Lord of the worlds, the beneficent, the merciful. Thank you, Miss. ഓക്കെ, സൈൻ ഇൻ ആരാണ്? സൈൻ ഇൻ ചെയ്യാമോ? സുജിത, സൈൻ ഇൻ ചെയ്യാമോ? മിസ്സേ, ഞാൻ വീട്ടിലേക്ക് എത്തുന്നതേ ഉള്ളൂ, റോട്ടിലാണ് അല്ലേ? വേറെ ആരെങ്കിലും ഒന്ന് സൈൻ ഇൻ ചെയ്യാമോ? സജന ഉണ്ടോ? യെസ് മാം. Good afternoon, everyone. My name is Sajana Andrew, and a warm welcome to our live class today. It's wonderful to see you all joining in, ready to learn and engage with this session. I'm excited to dive into today's Ashwati Ma'am class and explore it together.
Please feel free to ask questions throughout the class. Active participation is key to a productive learning experience. Let's make the most of this time and let's get started. Thank you, ma'am. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എന്തായിരുന്നു പറഞ്ഞു നിർത്തിയത്? പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ അല്ലേ, ആ ഒരു മൊഡ്യൂൾ ആയിരുന്നില്ലേ എടുത്തിട്ടത്? ഓർമ്മയുണ്ടോ? അതിനകത്ത് കുറേയധികം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലേ? ഓർമ്മയുണ്ടോ? ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് ലാംഗ്വേജ് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സ്കീമുകളാണ്. ഓക്കെ. അതായത് നമ്മുടെ മൊഡ്യൂൾ 3 5 ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, സെൻസോറൽ ഏരിയ, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, കൾച്ചറൽ ഏരിയ. ഇങ്ങനെ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ ഏരിയനെ. അപ്പോ ഈ ഒരു അതിനകത്ത് 3-മതോ 4-മതോ വരുന്നതാണ് ലാംഗ്വേജ് ഏരിയ എന്ന് പറയുന്നത്. അതിൽ തന്നെ കുറച്ച് 2-3 സ്കീമുകൾ ഉണ്ട്. ആ സ്കീമുകളെ കുറിച്ചിട്ടാണ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തേതാണ് മോണ്ടിസോറി പിങ്ക് റീഡിംഗ് സ്കീം. കേട്ടിട്ടുണ്ടോ അത്? പിങ്ക് റീഡിംഗ് സ്കീം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോ ലഹാൻ പറഞ്ഞോളൂ. പിങ്ക് ടവർ കേട്ടിട്ടുണ്ട്. പിങ്ക് ടവർ എന്നാണ് കേട്ടിട്ടുള്ളത്. പിങ്ക് സ്കീം ഒന്നും കേട്ടിട്ടില്ല. ഇല്ല, കേട്ടിട്ടില്ല. ഇല്ല. ഓക്കെ. അതായത് നമ്മുടെ മോണ്ടിസോറി മെത്തേഡില് ലാംഗ്വേജില് ലെറ്റേഴ്സിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സൗണ്ട്സിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? സൗണ്ട്സ്. അല്ലെ? ആ, ഓക്കെ. ഒരു വേർഡ് കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ അതിന്റെ ലെറ്ററിന്റെ ഇമ്പോർട്ടൻസ് അല്ല, മറിച്ച് അതിന്റെ സൗണ്ട് എങ്ങനെയാണ്, അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നതെന്നാണ് മോണ്ടിസോറി മെത്തേഡിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കീമാണ് എന്ത്? പിങ്ക് സ്കീം എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി ഫോണറ്റിക് റീഡിംഗ് പ്രോഗ്രാം ആണെന്ത്? പിങ്ക് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ. അതായത് മോണ്ടിസോറി മെത്തേഡില് കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കുന്ന സൗണ്ട്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് പിങ്ക് സ്കീമിൽ പെട്ടവയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആകും. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് ഒന്ന് കേട്ടിരിക്കുക. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി ഫോണറ്റിക്. ഇപ്പൊ എഴുതണ്ട കേട്ടോ, ഇപ്പൊ എഴുതണ്ടാരും. ഞാൻ ആദ്യം പറയുന്നത് കേൾക്കുക. The first stage of Montessori phonetic reading program, it is Pink Scheme. It is designed to teach children how to read simple 3-letter words. അതായത് പിങ്ക് സ്കീം എന്ന് പറയുന്നത് ഒരു മോണ്ടിസോറി മെത്തേഡിലെ ഫോണറ്റിക് റീഡിംഗ് പ്രോഗ്രാം ആണ്. ഈ പിങ്ക് സ്കീമിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ 3-letter വേർഡ്സ് ഉപയോഗിക്കാനായിട്ട് പഠിപ്പിക്കുക. ഓക്കെ. അതാണ് ഇതിൽ പഠിപ്പിക്കുന്നത്, പിങ്ക് സ്കീമിൽ പഠിപ്പിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഇത് പിങ്ക് സ്കീമിൽ പെട്ട ലെറ്റേഴ്സ് ആണ് കേട്ടോ. കാണാൻ പറ്റുന്നില്ല? ഇല്ല മിസ്സേ, ഒന്നും കാണുന്നില്ല. എനിക്ക് പേജ് നമ്പർ PDF ആണ് കാണുന്നത്. 78 പേജ് ലാസ്റ്റ് മാം എടുത്ത PDF അല്ല. ഞാനിപ്പോ ഒരു ഓക്കെ. ഇല്ല, എനിക്ക് കാണുന്നില്ല. ആരെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടാലും മതി. എനിക്ക് കാണുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ എഴുതിപ്പിക്കോ കേട്ടോ. ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചാർട്ട് പേപ്പർ കണ്ടായിരുന്നോ? അതിന്റെ കളർ കണ്ടായിരുന്നോ? ഞങ്ങൾക്കൊക്കെ കാണുന്നുണ്ട് മാം. കാണുന്നുണ്ട് അല്ലെ? പിങ്ക് കളറാണ്. കാണുന്നുണ്ടോ? പിങ്ക് ആണ്.
മാത്രല്ല ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വേർഡ്സ് എത്ര എണ്ണമാണുള്ളത്, ലെറ്ററുകൾ എത്ര എണ്ണമാണുള്ളത്? 3 ഒരേ സൗണ്ട് വരുന്നത് അങ്ങനെയാണ്. അതെ അതെ, റൈമിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് 3 ലെറ്റർ വേർഡ്സ് ആണ് കേട്ടോ. അതായത് കുഞ്ഞുങ്ങളെ നമ്മള് ഇപ്പൊ 3 to 6 years ഏജ് ഗ്രൂപ്പ് ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം പഠിപ്പിക്കുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 3 ലെറ്റർ വേർഡ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് 3 ലെറ്റർ വേർഡ്സ് ടീച്ച് ചെയ്യാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്കീമാണെന്ത്, പിങ്ക് സ്കീം എന്ന് പറയുന്നത്. ഇത് CVC വേർഡ്സ് ആയിരിക്കും, അതായത് CVC ഫോർമാറ്റിലായിരിക്കും ഈ പിങ്ക് സ്കീമിലുള്ള വേർഡ്സ് വരുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. CVC ഫോർമാറ്റ് എന്താ? ആദ്യം ഒരു കൺസണന്റ് വരും, പിന്നെ ഒരു വൊവ്വൽ വരും, പിന്നെ വീണ്ടും ഒരു കൺസണന്റ് വരും. ഇതാണ് CVC ഫോർമാറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറയുന്നത്? ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുവാണെങ്കിൽ ക്യാറ്റ് എന്ന് പറയുന്നത് പിങ്ക് സ്കീമിൽപ്പെട്ട വേർഡാണ്. ഓക്കെ, ആ ക്യാറ്റില് C എന്ന് പറയുന്നത് കൺസണന്റ് സൗണ്ട് ആണ്, A എന്ന് പറയുന്നത് വൊവൽ സൗണ്ട് ആണ്, T എന്ന് പറയുന്നത് വൊവൽ സൗണ്ട് ആണ്, അല്ല സോറി കൺസണന്റ് സൗണ്ട് ആണ്. അപ്പൊ ആദ്യം കൺസണന്റ്, മിഡിലായിട്ട് വൊവല്, പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു, കൺസണന്റ് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ 3 CVC വേർഡ്സ് ഫോർമാറ്റിലാണ് എന്ത് തുടങ്ങുന്നത്, പിങ്ക് സ്കീം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സ്കീം എന്ന് പറയുന്നത് പിങ്ക് സ്കീമാണ്. ഇതിനകത്ത് സിമ്പിൾ 3 ലെറ്റർ വേർഡ്സ് എങ്ങനെ പഠിപ്പിക്കാം എന്നാണ് നോക്കുന്നത്. അതുപോലെ തന്നെ CVC വേർഡ് ഫോർമാറ്റിലാണ് ഈ ഒരു സ്കീം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് CVC ഫോർമാറ്റിലാണ് ഇത് പഠിപ്പിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോ ഇത് കാർഡുകളായിട്ടായിരിക്കും. ഞാനിപ്പോ ഇത് ചെയ്തിരിക്കുന്നത് ഒരു ചാർട്ട് പേപ്പർ വെച്ചിട്ട്, അതായത് പിങ്ക് കളറിലുള്ള ചാർട്ട് പേപ്പർ എടുത്തു, എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് നിങ്ങൾ നോക്കിയേ, ഞാനിപ്പോ ഇതിനകത്ത് ഒരെണ്ണം മാത്രം ഈ വരുന്നത് ഇവിടെ കാണാൻ സാധിക്കും. അതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ. PEN, പെൻ, അത് മാത്രം ഒരെണ്ണം ഇതിൽ നിന്ന് ഡിഫറെന്റ് ആണ്. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിയേ കാണാൻ പറ്റും. നടുവിൽ എന്താ വരുന്നേ, A അല്ലേ? A ആണോ? ആ, ഓക്കെ. അപ്പോ മിഡില് ബബിൾ സൗണ്ട് A വരുന്നതാണ് ഞാൻ ഇതിനകത്ത് കൂടുതലും എഴുതിയിരിക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിപ്പോ ചാർട്ട് പേപ്പറിൽ ചെയ്യാം, അതുപോലെ ചെറിയ ചെറിയ കാർഡുകളായിട്ട്. ഓക്കെ, ഈ ടച്ച് ടാബ്ലറ്റ്സ് ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കാർഡുകളായിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ബോക്സസിൽ കളക്ട് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ബോക്സിന്റെ വലിപ്പത്തിലും ഈ ഒരു കാര്യം ചെയ്യാം. പിന്നെ ബുക്ക്ലെറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാരും, അതായത് പിങ്ക് സ്കീമിൽ ഉൾപ്പെട്ട എല്ലാ വേർഡ്സും നമ്മൾ പിങ്ക് കളറിലുള്ള ബുക്ക്ലെറ്റിലോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ കാർഡിലോ ബോക്സിലോ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അത്, പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പിങ്ക് സ്കീം ആണെന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പിങ്ക് കളറിലുള്ള പേപ്പറിൽ നമ്മൾ കുറച്ച് വേർഡ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് അറിയാൻ സാധിക്കും, ഇത് പിങ്ക് സ്കീമിൽപ്പെട്ട വേർഡ് ആണ്, ഇതിനകത്ത് വരുന്നത് 3 ലെറ്റർ വേർഡ് ആണെന്ന് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാം. അതാണ് ഈ കളറിന്റെ പ്രത്യേകത കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഇനി എഴുതിക്കോളൂ, എന്നിട്ട് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഹെഡിങ് കൊടുക്കുക, മോണ്ടിസോറി പിങ്ക് റീഡിംഗ് സ്കീം. The first stage of Montessori phonetic reading program. The first stage of Montessori phonetic reading program. Comma, ഒരു കോമ ഇടാം, എന്നിട്ട് എഴുതാം designed to teach
children, children. How to read, how to read. Simple 3-letter words. How to read simple 3-letter words. And CVC words എന്ന് അതിന്റെ താഴെയായിട്ട് എഴുതുക കേട്ടോ. കുറച്ച് വലുതാക്കി CVC എന്ന് എഴുതുക. CVC വേർഡ്സ് എന്ന് എഴുതുക. എന്നിട്ട് സിയുടെ അവിടെ ഒരു ആരോ കൊടുത്തിട്ട് കൺസണന്റ് എന്ന് എഴുതുക. സിയുടെ അവിടെ ഒരു ആരോ, താഴേക്ക് ഒരു ആരോ കൊടുക്കുക, എന്നിട്ട് കൺസണന്റ് എന്ന് എഴുതുക. ദെൻ വീട് അവിടെ എന്ത് കൊടുക്കണം നമ്മൾ ആരോ കൊടുത്തിട്ട്? വീട് അവിടെ vowels. വവൽസ്. എന്നിട്ട് സിയുടെ അവിടെ വീണ്ടും എന്ത് കൊടുക്കണം? consonant. ഒന്നുകൂടെ പറയാമോ? ഇത് ബോക്സ് ആയിട്ടാണോ എഴുതേണ്ടത്? ബോക്സ് അല്ല, CVC എന്ന് കുറച്ച് വലുതാക്കി അതിന്റെ ഞാനിപ്പോ പറഞ്ഞ പാരാഗ്രാഫിന്റെ തൊട്ട് താഴെയിട്ട് എഴുതാം. എന്നിട്ട് സിയുടെ അവിടെ താഴെ ഒരു ചെറിയ ആരോ വരച്ചിട്ട് അവിടെ കൺസെന്റ് എന്ന് എഴുതുക, താഴേക്ക് തന്നെ. എന്നിട്ട് വീട് അവിടെ ചെറിയ ആരോ താഴേക്ക് വരച്ചിട്ട് ഓവൽ എന്ന് എഴുതുക. ദെൻ വീണ്ടും സിയുടെ അവിടെ ഒരു ചെറിയ ആരോ വരച്ചിട്ട് താഴേക്ക് കൺസണന്റ് എന്ന് എഴുതുക. എന്റെ എക്സാമ്പിൾ കൊടുക്കുക അതിന്റെ താഴെയായിട്ട്. ക്യാറ്റ്, പെൻ, ഡോഗ്. ക്യാറ്റ്, കോമ, പെൻ. അതായത് പിങ്ക് സ്കീമിൽ പെട്ടിട്ടുള്ള വേർഡ്സ് ആണ് കേട്ടോ പറയുന്നത്. ക്യാറ്റ്, കോമ, പെൻ, കോമ, ഡോഗ്. നെക്സ്റ്റ് വൺ, അടുത്ത പാരാഗ്രാഫ് ആയിട്ട് എഴുതുക. All the cards, comma, boxes, and booklets, in this series are usually printed on pink paper, or with the pink borders, to help children easily identify this early level. മാം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയോ ഇപ്പൊ പറഞ്ഞ പാരഗ്രാഫ്? All the cards, boxes and booklets in this series are usually printed on pink paper or with the pink borders to help children easily identify this early level. Okay ആണോ? അതെ മാം.
അങ്കിത എവിടെ പോയി? ട്രെയിനിങ്ങിന് പോകുന്നുണ്ട് പറഞ്ഞു. അതെ അല്ലെ. വേറെ ആരെങ്കിലും പോകുന്നുണ്ടോ ക്ലാസ്സിൽ നിന്ന് ഇന്റേൺഷിപ്പിന്? യെസ് മാം. ഞാൻ പോന്നോണ്ടിരുന്നേ മാം, ഇന്ന് പോയില്ല. ആരാണ്? ഞാൻ പൊയ്ക്കോണ്ടിരുന്നേ, ഇന്ന് പോയില്ല. മോൾക്ക് സുഖമില്ല അതുകൊണ്ട്. അതെ അല്ലേ. അതെ. അങ്കിത എപ്പോ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു? അപ്പോ കഴിഞ്ഞ ആഴ്ചയാണോ? ഒരാഴ്ചക്കായി. അതെ അല്ലേ. അപ്പൊ നമുക്ക് പിങ്ക് സ്കീമിൽപ്പെട്ട വേർഡ്സ് എഴുതാം. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് മിഡില് വബൽ സൗണ്ട് എ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ മിഡില് എ വരുന്ന ചില സൗണ്ട്സ് അല്ലെങ്കിൽ വേർഡ്സ് ആണ് ഞാനിപ്പോ പറയാനായിട്ട് പോകുന്നത്. അപ്പോ അതൊന്ന് എഴുതിയെടുക്കുക. ഫസ്റ്റ് തന്നെ വരുന്നതാണ് ബാച്ച്. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ആർക്കെങ്കിലും അറിയാമോ? സൗണ്ട് വേർഡ്സ് അല്ലേ? അതായത് നമ്മുടെ സൗണ്ട് പ്രൊനൗൺസ് ചെയ്യാനായിട്ട്. ബി ഫോർ ബാറ്റ് അങ്ങനല്ലേ വായിക്കുക? അങ്ങനെയല്ല, നിങ്ങളൊന്ന് നോക്കുക. എന്നുള്ള ഇതൊന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ടൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ, എങ്ങനെയാണ് ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നതെന്ന്. കറക്റ്റ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ പറയുന്നത് ജസ്റ്റ് വേർഡ്സ് മാത്രമാണ്. BAT ബാച്ച്. BAT ബാച്ച്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ, സൗണ്ട്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനനുസരിച്ച് നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യുക. ബാറ്റ്, BAT ബാച്ച്. Then next one MAT match. MAT match. Then next CAT cat. മിസ് ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെ വേർഡ്സ് യൂസ് ചെയ്യല്? ക്ലാസ് പറഞ്ഞുതരേ? അത് നിങ്ങൾ നോക്കുക. ഞാൻ എല്ലാ ക്ലാസ്സിലും അങ്ങനെയാ കൊടുക്കുന്നേ, അല്ലെങ്കിൽ നിങ്ങളത് പഠിക്കില്ല. നിങ്ങൾ തന്നെ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഞങ്ങൾക്ക് ഒരു മോഡല് പറഞ്ഞുതരും മിസ്, ഞങ്ങൾ സ്റ്റുഡന്റ് ആണല്ലേ. ഇല്ല, അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാ. നിങ്ങൾ ചെയ്യണം. ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞു നോക്കിക്കോളൂ സുജിത, നിങ്ങൾ തന്നെ പറയണം. ഓക്കെ. പറഞ്ഞു, സുജിത പറഞ്ഞു. അത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അത് പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ MAT മാറ്റ്. എഴുതിയോ? മാറ്റ് എഴുതിയോ? CAT കാറ്റ്. കാറ്റ് എഴുതിയോ? Then RAT rat. RAT rat. Then PEN pen. പെന്നാണ്. സോറി, പെൻ ഇപ്പൊ എഴുതണ്ട, അത് ഒന്ന് വെട്ടിയേക്കിട്ട് ഞാനിപ്പോ പറഞ്ഞത്. പെൻ വേറെ പറയാം. PAN വാൻ. PAN വാൻ. CAN can. CAN can. TAB tab. TAB tab. MAP map. MAP map. CAP cap. CAP cap. ഓക്കെ, ഒന്ന് പറഞ്ഞ സുജിത, എന്തൊക്കെ വേർഡ്സ് പറഞ്ഞപ്പോ?
bat, mat, cat, rat, pan, van, can, tap, map, cap. ഓക്കെ. ഇനി അടുത്തത് ഏത് വേർഡ് ആയിരിക്കും വരുന്നേ? മിഡിൽ ഏതായിരിക്കും അടുത്തത് വരുന്നേ? E. ഇ. അപ്പൊ എഴുത് കേട്ടോ. TEN, 10. TEN, 10. Next, PEN, pen. PEN, pen. NET, net. NET, net. Next, SET, set. SET, set. Next one, BET, bet. BET, bet. Then next one, DEN, then. DEN, then. Then next, HEN, hen. HEN, hen. Then next one, MET, met. MET, met. The last one, LEG, leg. LEG, leg. ഒന്ന് വായിച്ചു ഒരാള്. ലഹാൻ ഒന്ന് വായിച്ചേ. ഞാനിപ്പോ എഴുതിയത് തന്നത് ഇപ്പൊ പറഞ്ഞു തന്നത്. ടെൻ, പെൻ, നെറ്റ്, സെറ്റ്, പെറ്റ്, ഡെൻ, ഹെൻ, മെറ്റ്, ലെഗ്. ഞാനിത് എന്തിനാ തരുന്നേ? ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ. പിങ്ക് പേപ്പറില്, പിങ്ക് ചാർട്ട് പേപ്പർ എടുത്തിട്ടോ അല്ലെങ്കിൽ ചെറിയ കാർഡുകളായിട്ടോ എടുത്തിട്ട് ഈ ലെറ്റേഴ്സ് ഒക്കെ നിങ്ങൾ എഴുതണം കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് തരുന്നത്, വെറുതെ എഴുതി തരുന്നതല്ല കേട്ടോ. ചെയ്തിട്ടുണ്ട് മാം. ചെയ്തിട്ടുണ്ടോ? യെസ്. ആരെങ്കിലും തന്നതാണ് ആക്ടിവിറ്റി ആയിട്ട്? ജിഷ മാം പറഞ്ഞിരുന്നു. അതെ അല്ലേ? ആ, അപ്പൊ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പിങ്ക് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല മിസ്. മറ്റുള്ളവര് ചെയ്തിട്ടുണ്ടോ? ജിഷ മാം പറഞ്ഞത് വേർഡ് കാർഡല്ലേ? ജിഷ മാം വേർഡ് കാർഡ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്തത്. വേർഡ് കാർഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഒരാള് പറയൂ, ലഹാൻ പറയൂ. വേർഡ് കാർഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ജിഷ മാം. അപ്പൊ എന്റെ കയ്യിലുള്ളത് പിങ്ക് ചാർട്ടായിരുന്നു. അപ്പൊ അങ്ങനെ പിങ്ക് കാർഡായി. ഞാൻ വേർഡ് കാർഡായി എഴുതിയതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അടുത്തത് ഏതായിരിക്കും? എ കഴിഞ്ഞു, ഇ കഴിഞ്ഞു. ഐ. ഐ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ റിബാണ്. RIB, റിബ്. RIB, റിബ്. സെക്കൻഡ് വൺ ബിബാണ്. BIB, BIB, ബിബ്. ആൻഡ് തേർഡ് വൺ നിബാണ്. NIB, നിബ്. NIB, നിബ്.
Then fourth one fig ആണ് കേട്ടോ. FIG fig. FIG fig. Then അടുത്തത് pig ആണ്. PIG pig. അടുത്തത് wig ആണ് കേട്ടോ. WIG wig. Next one kitsch. KIT kitsch. The next one sit ആണ് കേട്ടോ. SIT sit. SIT sit. The next PIT pitch. PIT pitch. മാം ഏത് കളറിലെ ചാർട്ടിലും ചെയ്തൂടെ? ഇല്ല ഇല്ല, പിങ്ക് കളർ മാത്രം യൂസ് ചെയ്യാവൂ. അതുകൊണ്ടാണ് പിങ്ക് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ. വൈറ്റ് ചാർട്ടില് പിങ്ക് ബോർഡർ കളിക്കാൻ പറ്റും? വൈറ്റ് ചാർട്ടിൽ പിങ്ക് ബോർഡർ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ മാം. കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം കേട്ടോ. Then next one U ആണ്. മിഡിൽ U വരുന്നതാണ് കേട്ടോ. സോറി O വരുന്നത്. O. ഫസ്റ്റ് വേർഡ് ഡോഗ് ആണ്. DOG. DOG dog. Then second one fog ആണ്. FOG fog. FOG fog. Then third one fox. FOX fox. Then next box ആണ്. BOX box. BOX box. Then അടുത്തത് hot ആണ് കേട്ടോ. HOT hot. HOT hot. Then next dot ആണ്. DOT dot. DOT dot. Then next God ആണ്. GOD God. GOD God. Next ROD road. ROD road. The next MOP mop. MOP mop. MOP mop. Then HOP hope. HOP hope. എഴുതിയോ? ഒരാളൊന്ന് റീഡ് ചെയ്തേ. എഴുതിയിട്ടൊന്ന് റീഡ് ചെയ്യാമോ? ഡോഗ്, ഫോഗ്, ഫോക്സ്, ബോക്സ്, ഹോട്ട്, ഡോട്ട്, ഗോഡ്, റോഡ്, മോപ്പ്, ഹോപ്പ്. ഓക്കെ. ഇനി ലാസ്റ്റ് ഏതായിരിക്കും വരുന്നത്? ലാസ്റ്റ് മിഡിൽ വരുന്ന ലെറ്റർ ഏതായിരിക്കും? യു. അപ്പൊ ആദ്യത്തെ വേർഡ് എഴുതിക്കോളൂ. കബ്. CUB കബ്.
Then next one rub ആണ്. RUB, rub. RUB, rub. Then next jug ആണ്. JUG, jug. JUG, jug. Then next mug ആണ്. MUG, mug. MUG, mug. Then next one bun ആണ്. PUN, bun. PUN, bun. Then next run. RUN, run. RUN, run. Next cup ആണ്. CUP, cup. CUP, cup. Then അടുത്തത് pup ആണ്. PUP, pup. Then next hut ആണ്. HUT, hut. HUT, hut. The next and last one, bus, BUS. എല്ലാരും ഒരു 2-3 മിനിറ്റ് എടുത്തത് എല്ലാരും ഒന്ന് വായിച്ചേ. പിങ്ക് റീഡിംഗ് സ്കീം തൊട്ട് ഞാൻ എഴുതി തന്നത് തുടങ്ങി പറഞ്ഞ വേർഡ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് പിങ്ക് സ്കീമിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? പിങ്ക് സ്കീം ഓക്കെ ആണ്. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് ബ്ലൂ സ്കീമാണ്. ബ്ലൂ സ്കീം എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത്? കളർ ഏതായിരിക്കും? ഏതായിരിക്കും ബ്ലൂ സ്കീം എന്ന് പറയുമ്പോ? ബ്ലൂ കളറാവും. ബ്ലൂ കളറാണ് വരുന്നത്. പിങ്ക് സ്കീം എന്ന് പറഞ്ഞാല് പിങ്ക് കളറാണ് അല്ലെ? ഈ പിങ്ക് പേപ്പർ, പിങ്ക് കാർഡിലൊക്കെയാണ് അത് ചെയ്യുന്നത്. ബ്ലൂ സ്കീം എന്ന് പറയുമ്പോൾ ബ്ലൂ ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ ബ്ലൂ കാർഡിലോ ഒക്കെ ചെയ്യുന്ന വേർഡ്സ് ആണെന്ത് ബ്ലൂ സ്കീം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് ഒന്ന് കേട്ടിരിക്കുക, ഇപ്പൊ എഴുതരുത്.
സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി റീഡിംഗ് ആണെന്ത് ഈ ഒരു ബ്ലൂ സ്കീം എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് ഏതായിരുന്നു അപ്പോ? ഫസ്റ്റ് സ്റ്റേജ് പിങ്ക് സ്കീം. ഓക്കെ. അപ്പൊ ബ്ലൂ സ്കീം എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോണ്ടിസോറി റീഡിംഗ് ഫണറ്റിക് പ്രോഗ്രാം ആണ്. കുട്ടികള് പിങ്ക് സീരീസ് പഠിച്ചതിന് ശേഷമാണ് ബ്ലൂ സ്കീം പഠിക്കുക. ഓക്കെ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആദ്യം നമ്മൾ എന്ത് കൊടുക്കില്ല? ബ്ലൂ സ്കീം പഠിക്കാനായിട്ട് കൊടുക്കില്ല. ആദ്യം എന്താ പഠിപ്പിക്കുക? നമ്മള് പിങ്ക് സ്കീമാ പഠിപ്പിക്കുക. പിങ്ക് സ്കീമിലുള്ള വേർഡ്സ് പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ബ്ലൂ സ്കീം കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ബ്ലൂ സ്കീമിൽ എന്ന് പറഞ്ഞാല് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് ആണ് എന്തിലുള്ളത്? ബ്ലൂ സ്കീമിലുള്ളത്. നമ്മൾ പിങ്ക് സ്കീം കണ്ടായിരുന്നു, സിമ്പിൾ 3 ലെറ്റർ വേർഡ് ആയിരുന്നു എന്തിലുണ്ടായിരുന്നത്? റൈമിംഗ് വേർഡ് പോലെ നമുക്ക് ഉപയോഗിക്കാം അല്ലെ? ആണോ? അതെ അതെ. സിമ്പിൾ 3 ലെറ്റർ വേർഡ്സ് ആണ് എന്തിലുള്ളത്? പിങ്ക് സ്കീമിലുള്ളത്. എന്നാൽ ബ്ലൂ സ്കീമിലേക്ക് വരുമ്പോൾ വേർഡ്സ് കുറച്ചും കൂടി കോംപ്ലക്സ് ആകുന്നു. ഓക്കെ. അതുകൊണ്ട് തന്നെ പിങ്ക് സ്കീം പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ ബ്ലൂ സ്കീമിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ. അപ്പൊ ഈ ബ്ലൂ സ്കീമിൽ എന്ന് പറഞ്ഞാല് ചില എന്താ പറയാ ബ്ലെൻഡ് ചെയ്ത 2 കൺസണൻസിനെ തമ്മിലാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. അതായത് BL എന്ന് പറയുമ്പോൾ, BL എന്ന് പറയുമ്പോൾ അവിടെ ഏതാണ് വോബല് വരുന്നുണ്ടോ? BL ഇല്ല ഇല്ല. ST ഇല്ല DR ഇല്ല PL ഇല്ല ഇല്ല. FL നോ മാം. ഇല്ല, ഒരിക്കലും ഇല്ല അല്ലെ? അപ്പോ BL ST DR PL FL. ഓക്കെ. ഇതിനെങ്ങനെയാ പറയുന്നത് നമ്മള്? ബ്ല് സ്റ്റ് ട്ര പ്ല് ഫ്ല്. ഓക്കെ. അപ്പോ ഈ ഒരു ഞാൻ ഇനി പറഞ്ഞ BL ST DR PL FL തുടങ്ങിയ ബ്ലെൻഡഡ് ആയിട്ടുള്ള 2 കൺസണന്റ് സൗണ്ടിനെ എന്ത് ചെയ്യുന്നു? ബ്ലെൻഡ് ചെയ്ത് പ്രൊനൗൺസ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾ തുടങ്ങുന്നു. അപ്പൊ അതിന് സാധിക്കുന്നതാണ് എന്ത്? ബ്ലൂ സ്കീം എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലിയർ ആകും. ഇപ്പൊ FL വെച്ചിട്ട് നമുക്കൊരു വേർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. FL എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് ആണെന്ത്? ഫ്ലാഗ് എന്ന് പറയുന്നത്. FLAG ആണോ? FL തുടങ്ങുന്നതല്ലേ ഫ്ലാഗ് എന്ന് പറയുന്ന വേർഡ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലാ എന്ന് പറയുന്നുണ്ട് കുട്ടി അല്ലെ? അപ്പൊ എന്താ അവിടെ ചെയ്യുന്നേ? 2 കൺസണന്റിനെ ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിക്കുന്നു. അപ്പൊ കുട്ടി എങ്ങനെയാണ്? ആദ്യം കുട്ടിക്ക് ഇതൊന്നും ബ്ലെൻഡ് ചെയ്യാൻ അറിയില്ല. ആദ്യം കുട്ടി 3 ലെറ്റർ വേർഡ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്യാറ്റ്, പെന്ന്, ഡോഗ്, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള 3 ലെറ്റർ വേർഡ്സ് ആണ് കുഞ്ഞ് പഠിക്കുക. എന്നാൽ ബ്ലൂ സ്കീമിലേക്ക് കടക്കുമ്പോൾ 2 കൺസണന്റ് സൗണ്ടിനെ ബ്ലെൻഡ് ചെയ്ത് കുഞ്ഞ് ഉപയോഗിക്കാനായിട്ട് പഠിക്കും. ഓക്കെ. അപ്പൊ FL തുടങ്ങുന്നതാണ് ഫ്ലാഗ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ST പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാ? സ്റ്റിർ അല്ലെ? സ്റ്റോപ്പ്. STOP പറ്റില്ലേ? സ്റ്റോപ്പ് പറ്റില്ലേ പറയാൻ? ഇനി അടുത്തത് DR ആണ്. DR വെച്ചൊരു വേർഡ് ഞാൻ പറയാം. ഡ്രം. ഡ്രം കണ്ടോ? അപ്പൊ എന്താണ് അവിടെ ചെയ്യുന്നത്? 2 കൺസണന്റിനെ ബ്ലെൻഡ് ചെയ്ത് ഒറ്റ ഇതായിട്ടാ ഉപയോഗിക്കുന്നത്. ഡ്രം. ഓക്കെ. ഇനി അടുത്തത് CL വെച്ചിട്ട് പറയാം. ക്ലിപ്പ്. നിങ്ങൾ പ്രൊനൗൺസ് ചെയ്ത് നോക്കണം കേട്ടോ. ക്ലിപ്പ് എങ്ങനെയാണ്? ക്ലീ എന്ന് പറയുന്ന അവിടെ CLനെ ബ്ലെൻഡ് ചെയ്തു. എന്നാൽ ലാസ്റ്റ് വൺ FR വെച്ചിട്ട് തുടങ്ങുന്നത് പറയാം. ഫ്രോഗ്. ഫ്രോഗ്. ഓക്കെ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് എന്ത്? ബ്ലൂ സ്കീം എന്ന് പറയുന്നത്. അപ്പൊ ഇനി എഴുതിയെടുത്തോളൂ കേട്ടോ. ബ്ലൂ സ്കീം എഴുതിയെടുത്തോളൂ.
Second stage of Montessori reading phonetic program. Second stage of Montessori reading phonetic program. പിങ്ക് സീരീസ് പഠിച്ചതിന് ശേഷമാണ് ബ്ലൂ സ്കീമിൽ പഠിക്കുക. കേട്ടോ, പിങ്ക് സ്കീം പഠിച്ചതിന് ശേഷമാണ് കുട്ടികള് ബ്ലൂ സ്കീം പഠിക്കുക. കുറച്ചുകൂടി കോംപ്ലക്സ് ആയ വേർഡ്സ് ആണ് ബ്ലൂ സ്കീമിലുള്ളത്. കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ബ്ലൂ സ്കീമിലുള്ളത്. ഇതിനകത്ത് വരുമ്പോ 4 ലെറ്റർ വരും കേട്ടോ. നേരത്തെ നമ്മൾ 3 ലെറ്റേഴ്സ് ആണ് കണ്ടത്, പക്ഷെ ബ്ലൂ സ്കീമിൽ വരുമ്പോൾ 4 ലെറ്റേഴ്സ് ആണ് വരിക കേട്ടോ. ഓക്കെ, എന്നിട്ട് അടുത്ത പാരഗ്രാഫ് ആയിട്ട് എഴുതുക. ഇത് കുട്ടികളെ ഞാൻ പറയുന്ന ആ സൗണ്ടുകൾ എഴുതുക. BL എന്ന് എഴുതുക. BL, ST, ST, DR, PL, FL, തുടങ്ങിയ രണ്ട് കൺസണന്റ് സൗണ്ട്സിനെ ബ്ലെൻഡ് ചെയ്ത് പ്രൊനൗൺസ് ചെയ്യാൻ തുടങ്ങുന്നു. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഈ പറയുന്ന വേർഡ്സ് എഴുതുക കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞ വേർഡ്സ് 5 എണ്ണം ഉണ്ട്, അത് എഴുതുക. അതിനുശേഷം മറ്റു വേർഡ്സുകൾ എഴുതാം. FL, അതായത് നിങ്ങളിപ്പോ എഴുതിയതിന്റെ താഴെയായിട്ട് FL എന്ന് കൊടുക്കുക. എന്നിട്ട് അതിന്റെ നേരെ ഹൈഫൻ ഇട്ട് ഫ്ലാഗ് എന്ന് എഴുതുക. ഈ ഫ്ലാഗ് എന്ന് എഴുതുമ്പോൾ ഓരോ ലെറ്ററിന് ശേഷവും ഹൈഫൺ ഇട്ട് പോവുക. F കഴിഞ്ഞിട്ടൊരു ഹൈഫൺ, L കഴിഞ്ഞിട്ടൊരു ഹൈഫൺ, A കഴിഞ്ഞിട്ടൊരു ഹൈഫൺ, അങ്ങനെ പോവുക കേട്ടോ. FL തുടങ്ങുന്നതാണ് ഫ്ലാഗ്. രണ്ടാമത്തത് ST ആണ്, സ്റ്റർ അല്ലെ. അപ്പോ സ്റ്റോപ്പ്, STOP, ഹൈഫൺ ഇറങ്ങണം കേട്ടോ. സ്റ്റോപ്പ് ഓരോ ലെറ്റർ കഴിയുമ്പോഴും ഹൈഫൺ ഇറങ്ങണം. നെക്സ്റ്റ് വൺ DR ആണ്. DR ഡ്രം കേട്ടോ. ഡ്രം, DR ഡ്രം, DRUM, ഡ്രം. നെക്സ്റ്റ് വൺ ക്ലിപ്പ് ആണ്. CLIP. അപ്പൊ ക്ലിപ്പ് വേർഡ് ആണ്. CL തുടങ്ങിയിട്ടാണ്
സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. CL ക്ലിപ്പ്. ദെൻ FR തുടങ്ങിയിട്ട് ഫ്രോഗ് ആണ് കേട്ടോ. FR സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന്റെ വേർഡ് വരുന്നത് ഫ്രോഗ്. ഇനി നമുക്ക് കുറച്ച് വേർഡും കൂടി ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് DR തന്നെ. DR എന്നൊന്നും ഇനി എഴുതണ്ട, സാധാ നമുക്ക് റാൻഡം ആയിട്ട് കുറച്ച് വേർഡ്സ് മാത്രം എഴുതിയാൽ മതി. ഡ്രോപ്പ്. DROP. ഡ്രോപ്പ്. ഇനി അടുത്തത് ക്രോപ്പ് ആണ്. CROP. CROP. ക്രോപ്പ്. അടുത്തത് CLOCK. ക്ലോക്ക്. CLOCK. ക്ലോക്ക്. Then PLOT. 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 The next one crab ആണ്. Crab. 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 The next one craft ആണ്. CRAFT. 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 Then plan. 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 Then അടുത്തത് glad ആണ് കേട്ടോ. GLAD. glad. Then press. 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 Then next drink. 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 Then trip. TRIP. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ബ്ലൂ സ്കീം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡാണ് ഇതിൽ വരുന്നത്, ബ്ലൂ സ്കീമിൽ വരുന്നത്. ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കിയാ നിങ്ങള് ബ്ലൂ സ്കീം. ഇപ്പൊ പിങ്ക് കാർഡ് കാണിച്ചു തരുമോ? എനിക്ക് ഇപ്പോഴാ കാണുന്നത്. ഇപ്പോഴാണോ കാണുന്നേ? ഓക്കെ. കാണുന്നുണ്ടോ? കണ്ടു. ബ്ലൂ സ്കീം ഉണ്ടോ ഇതുപോലെ? ആ, ബ്ലൂ സ്കീം ഉണ്ട്, ഞാൻ ഇപ്പൊ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണേ ഉള്ളൂ, അധികം ഇല്ല. അത് പല വേർഡ്സ് മിക്സഡ് ആണ്.
ഓക്കെ. ഇനി ഒരെണ്ണം കൂടിയാണുള്ളത്, അത് ഗ്രീൻ സ്കീമാണ്. അപ്പൊ എന്തായിരിക്കും ഗ്രീൻ സ്കീം എന്ന് പറയുമ്പോ? ഗ്രീൻ കളറിലുള്ള പേപ്പർ അല്ലെങ്കിൽ കാർഡുകളിലൊക്കെയാണ് നമ്മള് ഗ്രീൻ സ്കീം വേർഡ്സ് എഴുതുക. അപ്പൊ കുറച്ചും കൂടി എന്താണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് ഇതിൽ വരിക, ഗ്രീൻ സ്കീമിൽ വരിക. അപ്പൊ നമുക്കിനി അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ പിങ്ക് സ്കീമും ബ്ലൂ സ്കീമും ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പൊ ഇത് പറ്റുമെങ്കിൽ ചെയ്തിട്ട് വരിക അടുത്ത ക്ലാസ്സിൽ. അപ്പൊ നമുക്ക് ഗ്രീൻ സ്കീം എടുക്കാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ റിവിഷൻ പോലെ ക്ലാസ് തരാം. ഏതൊക്കെയാണ് എക്സാമിന് ചോദിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു.